പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം 2012 ജൂലൈ 1. പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച ഡോക്ടർ മാധവ് ഗാഡ്ഗിലാണ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതങ്ങളെപ്പറ്റി പഠിക്കാൻ 2010 കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 12 താലൂക്കുകൾ പൂർണ്ണമായും 2 താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതി ലോല മേഖലയായി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ഓഗസ്റ്റ് 31-നാണ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി കെ കസ്തൂരിരംഗൻ കമ്മിറ്റി 2012 ഓഗസ്റ്റിൽ വന്നു. 2013 ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചു. കസ്തൂരിരംഗൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പരിസ്ഥിതി ലോല മേഖലകളിൽ ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണം 123. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ ഭേദഗതി പരിശോധിക്കാൻ വേണ്ടി ഉമ്മൻ കമ്മിറ്റി വന്നു.